ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നിരന്നിങ്ങനെ കിടക്കുകയാണ്. മാനുവൽ സ്വിഫ്റ്റിന്റെ വിലയിൽ ഓട്ടോമാറ്റിക് വണ്ടി തരും. സിംഗിൾ ഓൺഷിപ്പും ആണ്. 50,000 താഴെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റും ഇല്ല. സ്പെഷ്യൽ റൈറ്റ് ആണ്. ഇനി വണ്ടി കാണില്ല. വണ്ടി എന്തായാലും ഈ റൈറ്റിൽ പോയെന്നിരിക്കും, ഉറപ്പാണ്. 23 AMT തരാം നിങ്ങൾക്ക് സ്പെഷ്യൽ റൈറ്റിൽ തന്നെ. 2022 സെക്കൻഡ് ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ 36,000 മാത്രം ഓടിയിട്ടുള്ള വെൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. അതേപോലെ ഈ വണ്ടി ഇവിടെ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവില്ല. 1.6 ആണ് എഞ്ചിൻ വരുന്നത്. പെട്രോൾ എഞ്ചിൻ 53,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി 18 മോഡൽ അല്ലേ? ഗ്രാൻഡ് ഐറ്റൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇതും സ്പെഷ്യൽ റൈറ്റിൽ തരട്ടെ. ഫുൾ ഫുൾ എമൗണ്ട് ലോണിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഫുൾ എമൗണ്ട് ലോൺ എന്ന് വെറുതെ പറയില്ല. നിങ്ങൾ വന്നാൽ ഇതിന് ക്യാഷ് ബാക്കും തരാം. നമ്മൾ വീഡിയോയിൽ കാണിച്ച ഒക്കെ ഇനിഷ്യൽ പേയ്മെന്റ് കുറച്ച് മതി. 25 ഉണ്ട്, 30, 40 ഒക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് കിടക്കുന്നത്. ഇതും സ്പെഷ്യൽ റൈറ്റിൽ കൊടുക്കാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സിൽ വീണ്ടും വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ റൈറ്റ് ആണോ? വിഷുവിന് വന്നില്ല. വിഷു കഴിഞ്ഞിട്ട് വന്നില്ല. വിഷുവിന് വരാൻ പറ്റില്ല. റൈറ്റിൽ തന്നെ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും ഈ മന്ത് വരെ. വിഷു ഓഫർ തുടരുകയാണ് ഈ 31-ാം തീയതി വരെ അല്ലേ? മുഹമ്മദ് ഖാ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്പെഷ്യൽ റേറ്റിൽ കിടക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ നിരന്നിങ്ങനെ കിടക്കുകയാണ്. വീഡിയോ അവിടെ തുടങ്ങാമല്ലേ നമുക്ക്? നോക്കാം. യെസ്. അപ്പോൾ ആദ്യത്തെ വണ്ടി സാൻഡ്രോ. ഇതിൽ നമ്മൾ ഇത് ആർക്കെങ്കിലും ലോ ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 3-4 വണ്ടികളുണ്ട്. അങ്ങനത്തെ വിലയിലുള്ള ഒരു വണ്ടികളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. 2028 ലാസ്റ്റ് വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള സാൻഡ്രോ GLS AC പവർ സ്റ്റാറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി വെറും 90 രൂപയ്ക്ക് കൊടുക്കാം. എടുക്കുന്ന ആൾക്ക് 2028 ലാസ്റ്റ് വരെ ഡിസംബർ വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. റിന്യൂവൽ നിയറസ്റ്റ് അല്ല, സമയമുണ്ട്. അടുത്തത് 2013 രജിസ്ട്രേഷൻ വരുന്ന ഓൾട്ടോ LXi. നമുക്കിതിന് ലോണ് 1.60 വരെ ലോണും അവൈലബിൾ ആണ്. 1.60 ലോൺ കിട്ടുകയാണെങ്കിൽ 5 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് വന്നാൽ മതി. മീൻസ് 1,65,000 രൂപയ്ക്ക് 2013 രജിസ്ട്രേഷൻ വണ്ടി തരാം. സിംഗിൾ ഓൺഷിപ്പും ആണ്. 50,000 താഴെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റും ഇല്ല. അപ്പോൾ എന്തായാലും ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് ചാൻസ് ആണ്. 1,65,000 രൂപ. അടുത്തത് വരുന്നത് വാഗനർ 2009 LXi. നമുക്ക് പേപ്പർ വാലിഡിറ്റി വരുന്നത് അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. 2027 പുതിയ പേപ്പറാണ്. 24 റിന്യൂവൽ കഴിഞ്ഞ വണ്ടി. 29 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. ഇതും നിങ്ങളെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന വണ്ടിയാണ്. സ്പെഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 99 രൂപയ്ക്ക് വരാം. 1 താഴെ റിന്യൂവൽ ഉള്ള ഒരു വാഗനർ LXi അടിപൊളി വണ്ടി. ഇവിടെ ഇട്ടേക്കുന്ന വില ഒന്നും അല്ല കേട്ടോ. നല്ല രീതിയിൽ റേറ്റ് 99 രൂപയ്ക്ക് വരും. സ്പെഷ്യൽ റേറ്റ് ആണ്. 39-നുള്ളിൽ ഈ വണ്ടി എന്തായാലും പോകും. 99 രൂപയ്ക്ക് വണ്ടി കൺഫേം ആണ്. അതിൽ 2009 LXi ആണ് കേട്ടോ. റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. റിന്യൂവൽ ആയി വിചാരിച്ചിട്ട് വില കുറച്ച് വെക്കില്ല. കഴിഞ്ഞ വണ്ടിയാണ്. അതേപോലെ ഈ വണ്ടി ഇവിടെ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവില്ല. കേരളത്തിൽ ആരും ഉണ്ടാവില്ല. ആരും കൊടുക്കാത്ത റേറ്റിന് ഓട്ടോമാറ്റിക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ വരാൻ പറയും. 2007 റയർ പീസാണ്. AMT ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ വിലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും. റയറാണ്. സെന്നിൽ വരുന്നുണ്ട്, അതേപോലെ വാഗ്നറിലും വരുന്നുണ്ട്, ആസ്റ്ററിലും വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ OLX നോക്കിക്കോളി. ഈ റൈറ്റിൽ വണ്ടി ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ കമന്റ്സിൽ വരി. ആ വിലക്ക് ഞാൻ ഈ വണ്ടി തരും. വെല്ലുവിളി. ആ വിലയില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ടോളൂ. ആ വിലക്ക് ഈ വണ്ടി തരും. വെല്ലുവിളിയാണ് ഈ വണ്ടിയുടെ. 1,35,000 രൂപയ്ക്ക് 2007 AMT 1.1 വരുന്ന 4 സിലിണ്ടർ വണ്ടി 1100 cc. അപ്പം പുള്ളിങ്ങും ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആണ്. AMT വരുന്ന വണ്ടി. വലിയ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 1,60,000 രൂപയ്ക്ക്. അടുത്തത് ഈ വണ്ടി ബുക്ക്ഡ് ആണല്ലേ? ഇത് രണ്ടും ബുക്ക്ഡാണ്. ഒരു എക്കോസ്പോർട്ട് ഉണ്ടല്ലോ. 2019 മോഡൽ ടൈറ്റാനിയം സെക്കൻഡ് ഓണർഷിപ്പിൽ വെൽ കണ്ടീഷൻ വണ്ടി. ഡീസലാണ്. മൈലേജ് ഉണ്ടാവും. 2019 ടൈറ്റാനിയം സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 50-ന് താഴെ. 46 സംതിങ് ഓടിയിട്ടുള്ളൂ. വെൽ കണ്ടീഷൻ വണ്ടി. പുത്തൻ ടയറും കട്ടുള്ള ടയറൊക്കെ കിടപ്പുണ്ട്. എടുക്കുന്ന ആൾക്ക് വണ്ടി പക്കായിട്ട് എടുക്കുക. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് നമ്പർ ഹൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഹിസ്റ്ററി കമ്പനിയിൽ എടുത്തിട്ട് മാത്രം എടുത്താൽ മതി. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആരും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിയറസ്റ്റ് ഷോറൂം ഫോർഡിന്റെ ഷോറൂം ഉണ്ട്. കൈരളി ഫോർഡ്, കാലിക്കറ്റുള്ള കൈരളി ഫോർഡ് ഞങ്ങളെ തൊട്ട ബാക്കിലാണ്. നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി വണ്ടി ചെക്ക് ചെയ്ത് റാമ്പിലിട്ടിട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. കിലോമീറ്റർ ഗ്യാരണ്ടിയാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇല്ല. 7,00,000 രൂപയ്ക്ക് കൊടുക്കാം. 7,50,000. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് നിങ്ങൾക്ക് ഒരു 6.5 വരെ ഫിനാൻസ് കയറും അല്ലേ? ക്രെറ്റ 2018 മോഡൽ SX 1.6 ആണ് എഞ്ചിൻ വരുന്നത്. പെട്രോൾ എഞ്ചിൻ. 53,000 ഓടിയിട്ടുള്ളൂ. 7,00,000 രൂപയ്ക്ക് വരും. 7,00,000 രൂപയാണ്. ഇത് പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 52 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഇല്ല. വണ്ടി പക്ക ക്വാളിറ്റി. സ്പെഷ്യൽ റൈറ്റ് ആണ്. ഇനി വണ്ടി കാണില്ല. വണ്ടി എന്തായാലും ഈ റൈറ്റിൽ പോയെന്നിരിക്കും, ഉറപ്പാണ്.
7,50,000 സെയിം സ്പോർട്ടിന്റെ അതേ റേറ്റ് തന്നെയാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അർബൻ ക്രൂസർ 2022 സെക്കൻഡ് ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ 36,000 മാത്രം ഓടിയിട്ടുള്ള വെൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. വണ്ടി നോക്കിക്കോളൂ, വണ്ടി ഒരു ഷോറൂം കണ്ടീഷൻ ആണല്ലേ, പറയാനില്ല. പുതിയതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നേരെ വന്ന് എടുക്കാൻ പറ്റുന്ന 2022 രജിസ്ട്രേഷനും മോഡലും ഒക്കെ ഉള്ള സെക്കൻഡ് ഓൺഷിപ്പിൽ 36,000 കിലോമീറ്റർ ഓടിയ പ്രീമിയം എന്നുള്ള വേരിയന്റിലുള്ള വണ്ടി കേട്ടോ. ഡ്യുവൽ ടോൺ ആണ്, അലോയ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 4 സിലിണ്ടർ വരുന്ന പെട്രോൾ മാനുവൽ ആണ് വണ്ടി. അപ്പോൾ വില 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് എടുക്കുന്ന എന്തുകൊണ്ട് ചാൻസ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് 8 ലാഖ് വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 50 രൂപ എടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ നോക്കുന്ന ഒരാൾ പുതിയതിന്റെ പ്രൈസും ഒന്ന് കമ്പാരിസൺ ചെയ്തോളുക, ഇത് നോക്കിക്കോളാം. ഇപ്പം കാണിച്ച വണ്ടി ഒക്കെ ചാൻസ് ഉള്ള വണ്ടികളാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്നത് 2020 AMT ആണ്. മാനുവൽ സ്വിഫ്റ്റിന്റെ വിലയിൽ ഓട്ടോമാറ്റിക് വണ്ടി തരാം. 2020 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 5,70,000 വരാം. 2020 മാനുവലിന്റെ റൈറ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ OLX-ലൊക്കെ നോക്കുക. 20ന്റെ മാനുവലിന്റെ റൈറ്റിൽ നിങ്ങൾക്ക് ഓട്ടോ ഗിയർ ബോക്സ് വരുന്ന വണ്ടി വരാം. 20 വണ്ടി 5,70,000 വരാം. നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ലോണൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ 4.25 വരെ ലോൺ കയറും. അപ്പോൾ ഒരു 1 ലാഖിന്റെ ഒരു 75 ആ റേഞ്ചിലൊക്കെ EMI ഉണ്ട്. നിങ്ങൾക്ക് 2020 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എടുക്കാവുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ എത്രയായിരുന്നു ഓടിയത്? കിലോമീറ്ററും അത്ര 60ന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. അടുത്ത വീണ്ടും നെക്സ്റ്റ് 23 AMT തരാം നിങ്ങൾക്ക്. സ്പെഷ്യൽ റേറ്റിൽ തന്നെ 6,90,000 രൂപയ്ക്ക് വരാം. ഓക്കെ. അതിന്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് 9ന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 23 2 വർഷം പഴക്കമുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ ഓടിയ വണ്ടി 6,90,000 എടുക്കാം. ഇതിനും നമുക്ക് ലോൺ 6 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 6 ലക്ഷം വരെ ലോൺ കയറുന്നതാണ്. സ്പെഷ്യൽ റേറ്റ് ആണോ ഈ വണ്ടിക്കൊക്കെ? ഓട്ടോമാറ്റിക് ആണ് രണ്ടും കേട്ടോ. ലീവ അതേപോലെ എത്തിയോസ് ലീവ വെൽ കണ്ടീഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ ലോ കിലോമീറ്റർ വണ്ടി 18 മോഡൽ അല്ലേ? VXT എന്നുള്ള അതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് കേട്ടോ. ഡീസലാണോ? ഡീസലല്ല, പെട്രോൾ മാനുവൽ ആണ്. ഇതിലുള്ളൊരു അപാകത എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെടുത്തുനിന്ന് ഇവിടുന്ന് ഈ കൊമ്പിന്റെ അടിയിൽ വെച്ചപ്പോൾ വാങ്ങി വീണതാണ്. വിൻഷീൽഡിൽ ഒരു ക്രാക്ക് ഉണ്ടല്ലേ? യെസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് മാറ്റി തരണം. എടുക്കുന്ന ആൾക്ക് ഞങ്ങൾ മാറ്റി തരും. ഓക്കെ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ആണ് എന്തോ സംഭവിച്ചെന്ന് പറയും. അപ്പോൾ ഇത് മാറ്റാതെ ഇരിക്കുന്ന കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ റീപ്ലേസ്മെന്റ് ഇല്ല. ഈ ഗ്ലാസ് മാറ്റിയ ആൾക്കാർക്ക് വാങ്ങണ്ടേ? അതിന്റെ വീഡിയോ ഉണ്ട്. ഞങ്ങൾ ഇതേമാതിരി വിഷുവിന്റെ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെയാണ് ആ ലൈവ് വീഡിയോ ഉണ്ട്, അതിൽ വെച്ചിരാം. അപ്പോൾ സ്പോട്ടിൽ ഇത് വിൽക്കുന്നതാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് തരാം നിങ്ങൾക്ക് 5,30,000 രൂപയ്ക്ക്. 18 VXT എത്തിയോസ് പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് ലോ കിലോമീറ്റർ അല്ലേ? യെസ്. ഓക്കെ. അടുത്തത് വീണ്ടും നിങ്ങൾക്ക് 17 തരാം. നല്ല റേറ്റ് കുറവിൽ തരാം. വിഷുവിന്റെ നമ്മൾ ഇട്ട സെയിം റേറ്റിൽ തന്നെ തരാം. 4.5 ലക്ഷം രൂപയ്ക്ക് 17V. 4.5 ലക്ഷം രൂപയ്ക്കാണ് 17V. അത് പ്രൈസിൽ വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് എടുക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. 4.5 ലക്ഷത്തിന് 2017 എത്തിയോസ് V 60,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡ്യുവൽ ടോൺ ആണ്, അലോയ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിന്റെ വരുന്ന ഓപ്ഷന്റെ നേരെ താഴെയുള്ള വണ്ടി. ഓക്കെ. അപ്പോൾ ഇത് പെട്രോൾ ആണോ? പെട്രോൾ, രണ്ട് പെട്രോൾ. നമ്മളിപ്പോൾ എത്തിയോസ് രണ്ടും കാണിച്ചത് പെട്രോൾ ആണ്. 2018 ആണ് ഇത്. 2017 ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, അത് ആഫ്റ്റർ മാർക്കറ്റ് അല്ല, കമ്പനി അലോയ്. കമ്പനി അലോയ് ആണ്. സോറി, അതിന്റെ ടോപ്പ് എൻഡിൽ വരുന്ന അലോയ് ആയിരുന്നു അല്ലേ? ഓക്കെ. സോറി, അപ്പോൾ എനിക്ക് തെറ്റുപറ്റി. ആ ടൊയോട്ടയുടെ ലോഗോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കമ്പനി അലോയ് വരുന്ന വണ്ടിയാണ് കേട്ടത്. അടുത്തത് മൈലേജ് നോക്കുന്ന 1.5 4 സിലിണ്ടറിൽ മൈലേജ് ഡീസൽ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫിഗോ. 2016 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിൾ. ഇത് വെറും നമുക്ക് 3,90,000 രൂപയ്ക്ക് വരും. 3,90,000 16 ഫോർഡ് ഫിഗോ ഡീസൽ. ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി കേട്ടോ. ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. ബാക്കിൽ കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവും. മൈലേജ് നോക്കുന്ന ഒരാൾക്ക് 4 താഴെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഗ്രാൻഡ് ഐറ്റൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇതും സ്പെഷ്യൽ റേറ്റിൽ തരട്ടെ. ഓക്കെ. ഫുൾ എമൗണ്ട് ലോണിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഫുൾ എമൗണ്ട് ലോൺ എന്ന് വെറുതെ പറയില്ല. നിങ്ങൾ വന്നാൽ ഇതിന് ക്യാഷ് ബാക്കും തരാം. 30,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. 3 ലക്ഷം രൂപ അതിന് ലോൺ കയറും. വണ്ടിന്റെ പ്രൈസ് വരുന്നത് 2,70,000 രൂപ. 2,70,000 രൂപ ക്യാഷ് ബാക്കിൽ തരാം. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓൺഷിപ്പ് കൂടിയതിനെ കൊണ്ട് കുറച്ചൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ്. പിന്നെന്താണ്, എഞ്ചിനൊക്കെ പക്ക. ഇനി വാറണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ട് വാറണ്ടി എടുത്തുതരാം. കഴിഞ്ഞല്ലോ. യെസ്. അതേപോലെ 2014 വണ്ടി സിംഗിൾ ഓൺഷിപ്പ് 83,000 കിലോമീറ്റർ ഓടിയ ഗ്രാൻഡ് ഐറ്റൻ. ഇത് നമ്മൾ 2,90,000 രൂപ വരാം. 290. യെസ്. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇതും 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രണ്ടും മാനുവൽ അല്ലേ വണ്ടി? രണ്ട് മാനുവൽ. ഓക്കെ.
അടുത്തത് സ്പെഷ്യൽ റൈറ്റിൽ 2012 i20 1,95,000 രൂപയ്ക്ക് 1,95,000 ഡീസൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടോ പറഞ്ഞു തരണേ. ഡീസൽ i20 അതേപോലെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈലേജ് ഒരു 17-18 i20 ഡീസൽ കിട്ടും. ഈ വെഹിക്കിളാണ്. അപ്പോൾ 2012 അല്ലേ? 12 മോഡൽ, 12 ഡീസൽ മാനുവൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ള? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. 1,95,000 പ്രസന്റ് കണ്ടീഷനിൽ തരാം. യെസ്, അത് ബുക്കിംഗ് ആണ്. ഇത് ബുക്ക്ഡ് ആണല്ലേ? ഓക്കെ, അതിന് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. i20 കിടപ്പുണ്ട്. നെക്സ്റ്റ് വരുന്നത് 2017 i20 മാഗ്ന എന്നുള്ള വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 4 ലക്ഷം ലോൺ ചെയ്ത് തരാം. 40 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 40,000 2017 4,40,000 രൂപ വരാം. മാഗ്ന പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ലോ കിലോമീറ്റർ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് മാക്സിമം ലോൺ ഇതിന് 4 lakh വരെ ചെയ്യാം. അതിന് അബവ് വരും. നല്ല ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം നോർമൽ ഫയലിൽ 4 ലക്ഷം കയറ്റി കൊടുത്താൽ 40,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കുറച്ചും കൂടി ന്യൂ ഷേപ്പ് ആണല്ലേ? ന്യൂ ഷേപ്പ് ആണ്. 2019 ആസ്റ്റേൽ ഓപ്ഷനിൽ ഈ വേരിയന്റിൽ വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഓണർഷിപ്പ് തേർഡാണ്. 5,70,75 രൂപയ്ക്ക് 5.25 ലക്ഷമാണ് ഇതിന് പറയുന്നത് വില. നമുക്ക് 5 വരെ ലോൺ ചെയ്യാൻ പറ്റും. 25 രൂപ ഉണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ ഓപ്ഷനിലാണ് കേട്ടോ വണ്ടി. ഫുൾ ഓപ്ഷൻ. പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെ ടോപ്പ് എൻഡ് വണ്ടിയാണ്. അടുത്ത ടിയാഗോ. അടുത്ത് 2019 മോഡൽ ടിയാഗോ എക്സെഡ് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് 63,000 കിലോമീറ്റർ. ഓക്കെ, 3,95,000 ഒരു ഫുൾ ഓപ്ഷൻ ടിയാഗോ. 3.95. നമുക്ക് അതിന് ലോൺ മാക്സിമം ഒരു 3.5-3.60 രൂപ ലോണും ചെയ്യാൻ പറ്റും അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് ചേർക്കാൻ പറ്റും. സുഖമായിട്ട്. ഓക്കെ, അടുത്തത് ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ നേരെ വന്നോളൂ. 2018 XZ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. നമുക്കിതിന് മാക്സിമം 4 lakh ചെയ്യാൻ പറ്റും. 25 രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി തരാം. 4,20 ഓട്ടോ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. ഫുൾ ഓപ്ഷൻ വണ്ടി. കമ്പനി അലോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻബിൽറ്റ് സെറ്റ്, 4 പവർ വിൻഡോസ്, മിറർ ഫോൾഡബിൾ ആണ്, ഇൻഡിക്കേറ്റർ, കീലെസ് എൻട്രി, ഇൻഫോടൈൻമെന്റ്, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. വീണ്ടും ടിയാഗോ. ഇതേതാ മോഡൽ? 2018 XT എന്നുള്ള സിംഗിൾ ഓണർഷിപ്പ്. ടിയാഗോ കംപ്ലീറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, എത്ര ഓടി ഉണ്ടാവും? ഇത് ഓട്ടം 73. ഓക്കെ, 73 ഓടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 3,25,000 രൂപയ്ക്ക് എടുക്കാം. 3,25,000 സിമ്പിൾ ആണ്. 18 വണ്ടി 3.25 എടുക്കാം. നമുക്ക് 3 lakh വരെ അതിന് ലോൺ കിട്ടും. നമ്മൾ വീട്ടിൽ കാണിച്ച ഒക്കെ ഇനിഷ്യൽ പേയ്മെന്റ് കുറച്ച് മതി. 25 ഉണ്ട്, 30, 40 ഒക്കെ ഇറക്കാം. താഴെയൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കിടക്കുന്നതൊക്കെ. അത് തന്നെയല്ല ലോ കിലോമീറ്റർ വണ്ടികളും ഉണ്ട് ഇഷ്ടം പോലെ. അധികം ലോ ഓണർഷിപ്പ് നമ്മൾ മാക്സിമം ഉള്ളത് സിംഗിളും സെക്കൻഡും ആണ്. അതിൽ കൂടുതലൊക്കെ കുറവാണ്. യെസ്. അടുത്ത വണ്ടി സെൽറ്റോസ് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ. ലാസ്റ്റ് അല്ല, ഇതിന്റെ ശേഷം പമ്പർ മാറിയിട്ട് ലാസ്റ്റ് ഇപ്പൊ ഒരു 1 month ബിഫോർ ഒരു വണ്ടി ന്യൂ ഷേപ്പ് ഇറക്കിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ്. ഇതിന് മുമ്പുള്ള ഷേപ്പ് 2025 രജിസ്ട്രേഷൻ ചെയ്ത HTX. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ് 5,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ടോപ്പ് എൻഡ് അല്ല, ഇതിന്റെ മേലെ ഒരു HTX എന്ന് പറഞ്ഞിട്ട് GT വേർഷൻ കൂടി ഉണ്ട്. യെസ്, അതിൽ ഓപ്ഷൻസ് വരുന്നത് എന്തൊക്കെയാണ്? 360 വരുന്നുണ്ട്. പിന്നെ മാറ്റ് ഫിനിഷ് ഉള്ള അങ്ങനെയൊക്കെ. മാറ്റ് ഫിനിഷും അല്ല, സീറ്റിൽ വെന്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പോ അത്യാവശ്യം ഫീച്ചർ പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുള്ളിന് നേരെ താഴെയുള്ള വണ്ടി നമ്മൾ ഇറക്കുന്ന സമയത്ത് 22 അടുത്തുണ്ട്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് ഇപ്പം 19 രൂപയ്ക്ക് വരാം. 19 ലക്ഷം രൂപയാണ് കിയ കൊടുക്കാണ്ടിരിക്കുന്നത്. 8 മാസം പഴക്കം. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് ആയിട്ടില്ല. 5,000 കിലോമീറ്റർ അല്ലേ? അപ്പോൾ വണ്ടിയുടെ വാറണ്ടി വരുന്നത് 5 year അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ. അപ്പോൾ അണ്ടർ കമ്പനി വാറണ്ടി കിടക്കുന്ന വണ്ടി ധൈര്യമായിട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന CVT നോക്കുന്ന ആൾക്കാർക്ക് അടിപൊളി വണ്ടി. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. സ്റ്റിക്കർ ചെയ്താണോ? സ്റ്റിക്കർ അല്ല, ഇതിൽ ലിമിറ്റഡ് എഡിഷൻ വന്നതാണ്. വണ്ടി ഞങ്ങളിൽ ഉണ്ടായിരുന്നു, ഒന്ന് സെയിലായി. അതിന് ബാലൻസ് ഉള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 55 CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി. 4,20,000 രൂപ. അത് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 4 ലക്ഷം രൂപയ്ക്ക് തരാം. 4 ലക്ഷം രൂപയ്ക്ക് CVT തരാം. എവിടെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സ് വരും. നിങ്ങളെ വീഡിയോ അധികം ഇവിടെ എറണാകുളത്താണ് വിളിക്കുന്നത്. കമന്റ് ചെയ്തോളൂ. ഡീസലോ CVT അല്ല, പെട്രോൾ CVT ഓട്ടോമാറ്റിക് ആണ് വണ്ടി. CVT സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. അതൊക്കെ ലോ കിലോമീറ്റർ ആണ്. അടുത്ത ബലേനോ 2021 മോഡൽ ഡെൽറ്റ. അതും സിംഗിൾ ഓണർഷിപ്പ് 86,000 കിലോമീറ്റർ. ഓക്കെ, പ്രൈസ് എത്രയായിരിക്കും?
പൈസ എത്രയ്ക്ക് കൊടുക്കാം? 5,25,000 രൂപ. 5,25,000 ഡെൽറ്റ സിംഗിൾ ഓൺഷിപ്പ് 86,000 കിലോമീറ്റർ. ഇവിടെ ഇട്ടിരിക്കുന്ന റേറ്റ് ഒക്കെ നല്ല വെട്ടി അങ്ങോട്ട് കുറച്ചിരിക്കുകയാണ്. 5.25 ലക്ഷം രൂപയ്ക്കാണ് ഈ ബലേനോ പുതിയ വണ്ടിന്റെ ഡെൽറ്റന്റെ റേറ്റ് ഒന്ന് എടുത്തു തരാൻ പറഞ്ഞാൽ മതി. പുതിയ വണ്ടി റേറ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ. 8 അടുത്ത് വരുന്നുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ 8 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വണ്ടിക്ക് വില വരുന്നുണ്ട്. ബേസ് മോഡലിന് 7.4 വരുന്നുണ്ട്. 7.4 വരുന്നുണ്ട്. അടുത്തത് അമേസ്. ഇതും സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കാം. ഇതും സ്പെഷ്യൽ റേറ്റ് ആണ്. 2014 മോഡൽ ഡീസൽ സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ, ഞങ്ങളെ പ്രൈസ് വരുന്നത് 3 ലക്ഷം. നിങ്ങളെ വീഡിയോയിൽ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അതിൽ ബെറ്റർ ഓഫർ നോക്കിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തോളാം. ഈ വീഡിയോന്റെ കമന്റ്സിൽ വന്നാൽ മതി. ഞങ്ങൾ 3.35 ഇട്ട് ഞങ്ങൾ വിഷുവിന് ഇട്ട റേറ്റ് ആണ് 3 ലക്ഷം. അതിൽ ആരെങ്കിലും ഇനിയിപ്പോൾ 2.95 2.90 ബെറ്റർ ഓഫർ നോക്കിയിട്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്ന് പറയാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഡീസലാണ് വണ്ടി, വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഹോണ്ടയുടെ ഷോറൂം കൊണ്ടിട്ട് മാത്രം എടുത്താൽ മതി. അമേസ് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 20-22 മൈലേജ് ഉള്ള വണ്ടികളാണ്. വേറെ വിഷയങ്ങളൊന്നും ഇല്ല. 14 റേറ്റ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടോളൂ. അതെ, ബെറ്റർ ഓഫർ നോക്കിയിട്ട് ഞങ്ങൾ എടുക്കാം. ബെറ്റർ ഓഫർ മീൻസ് നമുക്ക് റീസൺ 3 താഴെ ആരാണോ ബെറ്റർ ആയിട്ട് കമന്റ് ചെയ്യുന്നത് ആ റേറ്റിന് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും വണ്ടികൾ വരാനില്ലേക്കാ? വണ്ടികൾ വരാണ്ട് വിഷുവിൻ്റെ സ്റ്റോക്ക് ഇപ്പം ഔട്ടായിട്ട് ബാക്കി ഇങ്ങനെ ടോപ്പ് അപ്പ് ആവുന്നുള്ളൂ. കയറ്റി ഇടാനുള്ളതാണ്. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടികളുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന വാഗ്നറൊക്കെ നല്ല. ഞങ്ങൾ ഓട്ടോമാറ്റിക് ആണ് ചലഞ്ച് ചെയ്തത്. 99 രൂപയ്ക്ക് റിന്യൂവൽ കഴിഞ്ഞ വണ്ടി. ഓൾട്ടോക്ക് 2013 1,60,000 രൂപ. അതിന് 1,60 രൂപ ലോൺ ചെയ്ത് തരാൻ പറ്റും. 5 രൂപയ്ക്ക് ആ വണ്ടി എടുക്കാൻ പറ്റും. റിന്യൂവൽ കഴിഞ്ഞ സാൻഡ്രോ 80-90 രൂപയ്ക്ക്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക്, ഈ ചൂട് കാലത്തൊക്കെ ഒരു കാറിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക്, കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പറ്റിയ ടൈപ്പ് കിഡിലും വണ്ടികളുണ്ട്. പിന്നെ മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉള്ള വണ്ടികളൊന്നും തന്നെ ഇല്ലല്ലോ. നീറ്റ് വണ്ടികളാണ്. ഓപ്ഷൻ ഉണ്ട്. പിന്നെ എടാ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേടാ. ഫിനാൻസ് ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഫിനാൻസ് ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടത്. പിന്നെ സിബിൽ സ്കോർ ഒരു 650 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ്. അതിന് മേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. ഈ 0 ഡൗൺ പേയ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് കിട്ടുള്ളൂ. പിന്നെ ഷോറൂം ടൈം എത്ര മണിയാക്കാം? 6 വരെ ഉണ്ടാവും. രാവിലെ 9 മുതൽ 6 വരെ. 9 മുതൽ 6 വരെയാണ്. കസ്റ്റമർ ഡിപെൻഡന്റ് ആണ്. കസ്റ്റമർ ഉണ്ടെങ്കിൽ 7 വരെ ഉണ്ട്. അതെ, അപ്പോൾ കാറ്റലോഗ് നമ്പർ ഡിഫറൻറ്റ് നമ്മൾ വെച്ച നമ്പർ തന്നെ. അതിൽ ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ആ ടൈമിന് ശേഷം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാറ്റലോഗിൽ വന്നിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ മെസ്സേജ് വരും. നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കംപ്ലീറ്റ് വണ്ടി അതിൽ കാണാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേര് ചോദിക്കലുണ്ട് പാവങ്ങാട് എവിടെയാണെന്നുള്ളത്. കോഴിക്കോട് നിന്ന് നമ്മൾ കൊയിലാണ്ടി പോകുന്ന വഴി, കൊയിലാണ്ടി കണ്ണൂർ റോഡിൽ കയറി അല്ലെങ്കിൽ കൊയിലാണ്ടി കണ്ണൂർ വടകരൊക്കെ പോകുന്ന വഴി. കോഴിക്കോട് നിന്ന് ഒരു 7 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ. മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. പുറത്ത് തന്നെ വലിയ ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ലൊക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, കാറ്റലോഗ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മാസം 31 വരെയാണ് നമ്മുടെ ഓഫർ. വിലകളൊക്കെ ഈ വണ്ടികൾ പോകും. അതെ, അപ്പോൾ ഈ ഡേറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. വേഗം ഒന്ന് വണ്ടി എടുത്തോളൂ. അട്ടപ്പുറ വെയിലാണ്. പുറത്ത് ഈ സമയത്ത് വെയിലത്ത് ഇറങ്ങരുതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ജോലി ആയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ബൈ ബൈ.